ഇന്നലെ രാത്രി വൈകിയോളം നീണ്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇന്ന് LDF യോഗവും ചേർന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഇടതുവിരുദ്ധ ഏകീകരണമാണ് പരാജയ കാരണം എന്നാണ് LDFന്റെ വിലയിരുത്തൽ. ഒന്നിച്ചു നിന്നാൽ തിരിച്ചുവരാം എന്ന് ഇന്ന് ചേർന്ന യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും പിണറായി വ്യക്തമാക്കി. പരാജയത്തിന് ഉത്തരവാദിത്തം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്നുവെന്ന് യോഗത്തിന് ശേഷം കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചു. ഒറ്റക്കെട്ടായിട്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു വ്യക്തിയോ എന്നുള്ളതല്ല. ഒറ്റക്കെട്ടായിട്ട് ഈ പരാജയം ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഇതിൻ്റെ വിശദമായ മറ്റു കാര്യങ്ങൾ ഇതിന് ശേഷം നമ്മൾ 15-ന് ശേഷം വരുന്ന LDF യോഗത്തിൽ കൂടും. ഷഫീദ് റാവുത്തർ വീണ്ടും ചെയ്യുന്നു. ഷഫീദ്, ഈ വെള്ളാപ്പള്ളി നടേശന്റെ പരിധി വിട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഇടപെട്ടില്ല എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ ന്യൂനപക്ഷ ഏകീകരണം ഇടതുവിരുദ്ധമായി നടന്നു എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതല്ലേ? ഈ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചില്ല എന്നത് അതിന്റെ കാരണമായി എന്താണ് ഇവർ വിലയിരുത്തുന്നത്? 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നണി യോഗത്തിൽ കാര്യമായിട്ടുള്ള വിമർശനം ഉയരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ CPM നേതൃത്വത്തിന്റെ അടക്കം വിമർശനം ഉയർന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ മാത്രമേ വാർത്തകൾ പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും പരാജയ കാരണം ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. സംഭവിച്ചത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഇടതുവിരുദ്ധ ഏകീകരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ജനങ്ങളിലേക്ക് മുന്നണി സംവിധാനം ഇറങ്ങിച്ചെല്ലണമെന്ന അഭിപ്രായ പ്രകടനം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതേസമയം മുന്നണി യോഗത്തിൽ ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ PB അംഗവുമായിട്ടുള്ള പിണറായി വിജയൻ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഈ പരാജയത്തിന് പലവിധ കാരണങ്ങളുണ്ട്. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ കാര്യമാക്കുന്നില്ല. ഒന്നിച്ചു നിന്നാൽ തിരിച്ചു വരാൻ കഴിയും. മാത്രവുമല്ല, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയുമെന്നും പിണറായി വിജയൻ ഇന്നത്തെ മുന്നണി യോഗത്തിൽ അഭിപ്രായമായി പറഞ്ഞു. വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ജൂണിൽ നടക്കും. ജൂൺ 15 വരെയാണ് CPMന്റെ പഠന പരിപാടികൾ നടക്കുക. അതിനുശേഷം എല്ലാ തരത്തിലും സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ശേഷം ചേരുന്ന ജൂൺ 15-ന് ശേഷം ചേരുന്ന LDF യോഗത്തിൽ മുഴുവൻ സമയം പാർട്ടി പരാജയമടക്കമുള്ള കാര്യങ്ങൾ, മുന്നണിയുടെ പരാജയമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.